നളിനി നെറ്റോയ്ക്കും ടോമിൻ ജെ തച്ചങ്കരിക്കുമെതിരെ വിമർശനത്തോടെയാണ് ഡോക്ടർ ടി.പി. സെൻകുമാർ ന്യൂസ് 18നോട് മനസ്സു തുറന്നത്. നളിനി നെറ്റോ വ്യക്തിപരമായി പ്രയാസപ്പെട്ട കാലത്ത് താൻ സഹായിച്ചു. എന്നാൽ മോശം അനുഭവമാണ് തിരികെ ലഭിച്ചത്. ചീഫ് സെക്രട്ടറി സ്ഥാനം വൈകിയതിനു പിന്നിൽ താനാണെന്ന് കരുതുന്നുണ്ടാവും. അതാവും തന്നോടുള്ള നളിനി നെറ്റോയുടെ എതിർപ്പിന് കാരണമെന്നും ടി.പി. സെൻകുമാർ പറഞ്ഞു. അവർ ചീഫ് സെക്രട്ടറി ആകും എന്ന് കരുതിയിരുന്ന സമയത്ത് ശ്രീ എസ്.എം. വിജയൻ്റെ ചീഫ് സെക്രട്ടറിയായി. അവരുടെ ചീഫ് സെക്രട്ടറിയുടെ ഇത് കുറേയധികം പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടു. അത് മാത്രമേ ഉള്ളൂ. കാരണം അല്ലാതെ വേറൊരു റീസൺ ഇല്ല. മൈ എനിമീസ് എനിമി ഈസ് മൈ ഫ്രണ്ട്. ഇത്രയധികം കേസുകളുള്ള ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ ADGP ആയി എന്ന് അത്ഭുതം തോന്നി എന്നായിരുന്നു ടോമിൻ ജെ തച്ചങ്കരിയുടെ നിയമന വിഷയത്തിലുള്ള പ്രതികരണം. തച്ചങ്കരിയുടെ സ്വത്ത് വിവരം പൊതുസമൂഹം പരിശോധിക്കണം. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇത്രയധികം കേസുകളും എല്ലാം ഉണ്ടായിട്ട് ഞാൻ തന്നെ 2-3 എൻക്വയറി നടത്തി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ പവറിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ പവറിൻ്റെ ഉള്ളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൊടുക്കാനേ പറ്റുള്ളൂ. ഏതായാലും ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ അത്തരം സംഭവങ്ങളുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും ശരിയായ നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. സംസ്ഥാന പോലീസ് മേധാവിയാകുമ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്നും മാറി മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധത്തോടെയാണ് വിരമിക്കുന്നത്. അവസാന 15 ദിവസം മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ നിന്ന് അതാണ് മനസ്സിലായത്. ഇനി പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ ഇപ്പോൾ ഈ കഴിഞ്ഞ 55 ദിവസത്തിൻ്റെ അവസാന 15 ദിവസങ്ങളെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്നെ നന്നായി മനസ്സിലായി തുടങ്ങി എന്ന് എനിക്ക് തോന്നി തുടങ്ങിയായിരുന്നു. കാരണം റെസ്പോൺസ് ഓരോ സമയത്ത് ഇപ്പോൾ ആദ്യത്തെ ആഴ്ചയിലുണ്ടാകുന്ന റെസ്പോൺസ്, രണ്ടാമത്തെ ആഴ്ചയുണ്ടാകുന്ന റെസ്പോൺസ്, അതിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരാൾ, കാരണം ഞങ്ങൾ യാതൊരു മുൻപരിചയവും ഇല്ലാത്ത 2 പേരാണ് പരസ്പരം. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറഞ്ഞ് അറിയുന്ന അങ്ങനത്തെ ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാറി വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ചില ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതൃത്വങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. തന്നെ മാറ്റണമെന്ന് കരുതിയവർക്ക് സഹായകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഈ ഉദ്യോഗസ്ഥരാണ്. നേരെ നിലപാടെടുത്തതാവാം ശത്രുക്കളുണ്ടാവാൻ കാരണമെന്നും ടി.പി. സെൻകുമാർ പറഞ്ഞു. ഞാൻ ലീവിലിരുന്ന സമയത്ത് ഇന്ന ദിവസം ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും, അങ്ങനത്തെ ആൾക്കാർ ചിലരൊക്കെ ക്രിമിനൽ കേസിൽ ആൾറെഡി പെട്ടുകഴിഞ്ഞവരാണ്. കുറച്ച് ദിവസം ജയിലിൽ കിടന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതുപോലെ വ്യാജ വാർത്തകളും, അതായത് നമ്മൾ പ്രത്യേകിച്ച് അങ്ങേർക്കൊന്നും യാതൊന്നും എഗൻസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അവരുടെ മാത്രം ആശയങ്ങൾക്കനുസരിച്ചുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നിന്നു കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓഫീസർമാരെ പറ്റി വ്യാജ വാർത്തകളും തെറ്റായ വാർത്തകളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പോയി നുണ പറയലും ഇതൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട്. തന്നെ താഴ്ന്ന തസ്തികയിലേക്ക് മാറ്റുകയും ജൂനിയർ ഉദ്യോഗസ്ഥനെ ഉന്നത സ്ഥാനത്തെടുത്തുകയും ചെയ്തതിനാലാണ് സുപ്രീം കോടതിയെ വരെ സമീപിച്ചതെന്നും ടി.പി. സെൻകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.